യൂണിക്കോൺ 160 വണ്ടി നമ്മൾ വർക്കിന് ചെയ്തിട്ടുണ്ട്. ജനറൽ സർവീസ് ആയിട്ടാണ് പറഞ്ഞത്. ജനറൽ സർവീസ്, വാട്ടർ സർവീസ്, ചെയിൻ്റെ ഭാഗത്ത് സൗണ്ട് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ പൊല്യൂഷൻ ടെസ്റ്റ് ചെയ്യണം, എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്തിട്ട് മാറ്റാം, ഫ്രണ്ട് ടയർ ചെക്കപ്പ്, ഹാൻഡിൽ ബാർ ഒടിഞ്ഞു പോയിട്ടുണ്ടാകും, അപ്പോൾ അത് മാർനേഴ്സ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി വർക്കിന് കയറ്റിയിട്ട് ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗത്ത് നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചാണ്. ബ്രേക്ക് ലൈനർ കമ്പനി ലൈനർ കിടക്കണേ, അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്. അപ്പോൾ ബ്രേക്ക് ക്യാമൊക്കെ അയച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം. പിന്നെ ബാക്ക് ടയറിൻ്റെ കണ്ടീഷൻ നോക്കി വേറെ കുഴപ്പമൊന്നുമില്ല. ഹബിനകത്ത് ബ്രേക്ക് ലൈനർ പറഞ്ഞിട്ടുള്ള പൊടിയൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. ബെയറിങ്ങിന് കാര്യങ്ങളോ കംപ്ലൈൻറ്റ് ഒന്നുമില്ല. പിന്നെ ചെയിൻ ലൂസ് ഉണ്ട്, അത് നമുക്ക് ചെയിൻ ടൈറ്റ് ചെയ്തതിന് ശേഷം ചെയിൻ ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കാം. പിന്നെ എയർ ഫിൽറ്ററിൻ്റെ കണ്ടീഷൻ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ അഴുക്ക് കയറി ബ്ലോക്ക് ആയിട്ടുണ്ട്. അപ്പോൾ എയർ ഫിൽറ്റർ പ്ലഗും മാറ്റിയിടണം, കാരണം നമുക്ക് പൊല്യൂഷൻ എടുക്കാനുള്ളതാണ്. അപ്പോൾ കാർബറേറ്ററിൻ്റെ ഭാഗം നമ്മൾ ഇപ്പോൾ അഴിക്കണില്ല. പൊല്യൂഷൻ ടെസ്റ്റ് പാസ്സാവാതെ വന്നാൽ നമുക്ക് കാർബറേറ്റർ കൂടി ഒരു പക്ഷേ അഴിച്ച് ക്ലീൻ ചെയ്യേണ്ടതായിട്ട് വരും കേട്ടോ. പിന്നെ ബാറ്ററി നമ്മൾ ചെക്ക് ചെയ്ത് പുതിയ ബാറ്ററി വണ്ടി മേടിക്കണം, 2025 മോഡൽ ബാറ്ററിയാണ്. വോൾട്ടൊക്കെ നോക്കുമ്പോൾ 12 ലോഡിലേക്ക് കൊടുക്കുമ്പോൾ 9.40 വന്നിട്ടുണ്ടാവും. നിലവിൽ വേറെ കുഴപ്പമൊന്നുമില്ല. പുതിയ ബാറ്ററിയാണ്, വാറണ്ടി പീരീഡിലുള്ള ബാറ്ററിയാണ്. ജനറൽ സർവീസിൽ ബാറ്ററി ടെസ്റ്റ് ഉള്ളതുകൊണ്ട് കൂട്ടത്തിൽ ചെയ്തു പോയെന്നുള്ളൂ കേട്ടോ, ചെയ്തു പോകണമെന്നുള്ളൂ. അതേപോലെ എഞ്ചിൻ ഓയിൽ മാറ്റുന്നുണ്ട്, ഓയിൽ മാറ്റുന്ന ടൈമാണ്. ഹാൻഡിൽ ബാർ നമുക്ക് അവൈലബിൾ അല്ല, കിട്ടാനില്ല ടെസ്റ്റും. അപ്പോൾ തൽക്കാലത്തേക്ക് നമ്മളത് വെൽഡ് ചെയ്തിട്ട് കറക്റ്റ് പൊസിഷൻ കറക്റ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ രീതിയിൽ ഉപയോഗിക്കാം. ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഉള്ളിൽ പെയിൻ്റ് അടിച്ച് ചെയ്ത് ക്ലിയർ ചെയ്തിടാം. പിന്നീട് വരുന്ന സമയത്ത് നമുക്കത് മാറ്റിക്കളയാം കേട്ടോ. അത് പരമാവധി രീതിയിൽ ഉപയോഗിക്കും, വണ്ടി ഓടിക്കണ പോലെ എന്തെങ്കിലും. പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ടയർ ചെക്കപ്പൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫ്രണ്ട് ടയർ ഫുള്ള് തീർന്നു നിൽക്കണേ, മാറ്റേണ്ട ടൈമാണ്. MRFിനാണ് കിടക്കണേ, പക്ഷേ പരമാവധി ഉപയോഗിച്ച് തീർന്നിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ടിലത്തെ ടയർ നമുക്ക് മാറ്റി പുതിയൊരു സെറ്റ് ചെയ്യേണ്ടതുണ്ട് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ടിലെ ബ്രേക്ക് പാഡ് സെറ്റാണത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അഴിച്ചാണ്. അപ്പോൾ അത്യാവശ്യം നമുക്ക് ഈ സർവീസും കൂടി ഉപയോഗിക്കാം. അടുത്ത സർവീസിലൊക്കെ ഒരു പക്ഷേ മാറ്റേണ്ടി വന്നേക്കും. പിന്നെ സ്പാർക്ക് പ്ലഗ് നമ്മൾ എയർ ഫിൽറ്റർ മാറ്റുമ്പോൾ ആ കൂട്ടത്തിൽ തന്നെ മാറ്റി വിടേണ്ടതാണ്, കാരണം നമുക്ക് പൊല്യൂഷൻ കൂടി പാസ്സായി കിട്ടേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എയർ ഫിൽറ്റർ മാറ്റുമ്പോൾ കൂട്ടത്തിൽ മാറ്റേണ്ട ഒരു പാർട്ടാണ് ഈ പ്ലഗ് എന്ന് പറഞ്ഞത് കേട്ടോ. അത് നമ്മൾ കൂട്ടത്തിൽ ചെയ്ത് വിടുന്നുണ്ട്. പിന്നെ കാർബറേറ്ററിൻ്റെ അവസ്ഥ ഇതാണ്. ഞാൻ ഈ പറഞ്ഞ രീതികൾ നമുക്ക് ഒന്ന് ട്യൂണിംഗ് ഒക്കെ ചെയ്തതിന് ശേഷം നമുക്കൊന്ന് പൊല്യൂഷൻ എടുത്തു നോക്കാം. പൊല്യൂഷൻ കിട്ടാൻ ബുദ്ധിമുട്ട് എന്തെങ്കിലും കാണിച്ചാൽ കാർബറേറ്റർ കൂടി നമുക്കൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്യേണ്ടതായിട്ട് വന്നേക്കും കേട്ടോ. ഇതൊക്കെയാണ് ഓവറോൾ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട ഒരു വർക്ക് വന്നത്. ഞാൻ എൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റൊക്കെ ആക്കിയിട്ട് എൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഷെയർ ചെയ്തിടാം. അപ്പോൾ വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം. ഞാൻ ഈ ഫ്രണ്ട് ടയർ അടക്കം ഉൾപ്പെടുത്തിയിട്ടുള്ള എസ്റ്റിമേറ്റ് ഇടണേ. അപ്പോൾ നോക്കിയിട്ടൊന്ന് പറഞ്ഞേക്കാം. എഞ്ചിൻ ഓയിൽ, എയർ ഫിൽറ്റർ പ്ലഗ്, അതേപോലെ തന്നെ ഹാൻഡിൽ ബാർ വെൽഡിങ്ങിൻ്റെത്, പിന്നെ ആക്സിലേറ്ററിൻ്റെ കേബിൾ പൊട്ടിയിരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൂടി നമുക്ക് മാറ്റിയിടാം. ആക്സിലേറ്ററിൻ്റെ കേബിൾ ഈ സൈഡ് പൊട്ടിയിരിക്കുന്നത്, ഞാൻ പറയാൻ മുട്ട കേസാണ്, ഇതിവിടെ കട്ടായിട്ടിരിക്കുന്നുണ്ട്, അത് മാറ്റിയിടണം. സെൽഫിൻ്റെ സ്വിച്ച് പ്രോപ്പറായിട്ട് വർക്ക് ആവണില്ല, ഡിസ്കോണ്ടാക്ട് കാണിക്കുന്നുണ്ട്. അതേപോലെ ഹെഡ്ലൈറ്റ് സ്വിച്ചിനും ആ പ്രോബ്ലം ഉണ്ട്, പക്ഷേ ഹെഡ്ലൈറ്റ് സ്വിച്ച് നമുക്ക് അവൈലബിൾ അല്ല, നമ്മുടെ കയ്യിലില്ല. അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്തിടാം. സെൽഫിൻ്റെ സ്വിച്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതുകൂടി മാറ്റിയിട്ടേക്കാം കേട്ടോ. അപ്പോൾ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്യണേ.